ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു CC ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. സോ ആ ഒരു CCയുടെ പേര് HDR SHARPEN CC എന്നാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. സോ ഞാൻ Alightmotion എടുത്ത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു CC വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഞാനിവിടെ വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു ഷേപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡ്രാഗ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഭാഗത്തും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പ് ക്ലിക്ക് ചെയ്യുക. ഈ ഷേപ്പിൻ്റെ പേര് റെക്റ്റാങ്കിൾ വന്നു. ഓക്കെ, എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓതേഴ്സ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആഡ് ചെയ്യുക. ഇതിന് ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. ഈ സാച്ചുറേഷൻ നല്ലോണം കുറച്ച് കൊടുക്കുക, -100 ആക്കുക. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഇൻവേർട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഇൻവേർട്ട് എന്ന് വരും, അടിക്കുമ്പോഴത്തേനും വരും. സോ ഈ ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുക. അതിന് ശേഷം ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കൂട്ടിയതിന് ശേഷം നിങ്ങൾ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു ബ്ലാക്കിഷ് ആവുന്നത് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ബ്ലാക്കിഷ് ആവാൻ 50 മതിയാവും. ഓക്കെ, സോ നമുക്ക് ആ ഒരു ആഷ് കളർ പോയിട്ടൊരു ബ്ലാക്കിഷ് കിട്ടിയിട്ടുണ്ടാവും. ഇതിന് ശേഷം നമ്മൾ ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലർ ക്ലിക്ക് ചെയ്യുക, ഗോഷൻ ബ്ലർ ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് സ്ട്രെങ്ത്ത് 450 ആക്കുക. 450 ആ ഒരു രീതിയിലാക്കി കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ബ്ലെൻഡ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് കോൺട്രാസ്റ്റിൽ സോഫ്റ്റ് ലൈറ്റ് ആക്കുക. അതിന് ശേഷം ജസ്റ്റ് 70% ഓർ 70% കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നുണ്ടാവും. ഏകദേശം നമ്മളൊരു ബേസിക് കടന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റും കൂടി ഇത് ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്യാനുള്ളതാണ് അടുത്തത്. സോ നമ്മൾ ബ്ലെൻഡിങ് പോയിട്ട് അതൊക്കെ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഷേപ്പ് കൂടി ആഡ് ചെയ്യുക. നമ്മൾ ചെയ്ത പോലെ തന്നെ ഫിൽ സ്ക്രീൻ ചെയ്യുക, ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ പാർട്ടിക്കും ഒക്കെ ഒന്ന് റെഡിയാക്കുക. അതിനുശേഷം നമ്മൾ റെക്റ്റാങ്കിൾ 2 ഓക്കെ നമ്മൾ വ്യക്തമായ പേര് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. സോ ഇതിൽ ആഡ് ചെയ്യേണ്ട എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓതേഴ്സ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഇതിന് ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലർ ക്ലിക്ക് ചെയ്യുക, ഷാർപ്പൻ ക്ലിക്ക് ചെയ്യുക, ഷാർപ്പൻ എഫക്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം റേഡിയസ് 10 സ്ട്രെങ്ത്ത് 2 ആക്കി കൊടുക്കുക. ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതൊക്കെ നിങ്ങളുടെ നല്ലതിനാണ്. ഓക്കെ, 2 ആക്കി കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് കോൺട്രാസ്റ്റിൽ സോഫ്റ്റ് ലൈറ്റ് ആക്കിയിട്ട് 20% ആക്കുക. 20 മതി, 20% ആക്കുക. സോ അതും കഴിഞ്ഞ് ഇനി നമ്മളുടെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാണ്. സോ ഒരു ഷേപ്പും കൂടി ആഡ് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്യുക, സൂം ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ പാർട്ടിക്കും ആഡ് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓതേഴ്സ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്യുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് കോൺട്രാസ്റ്റ് എടുത്തിട്ട് ഓവർലേ ആക്കുക. ഓക്കെ, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് കോൺട്രാസ്റ്റിൽ ഓവർലേ 100%. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ഓപ്ഷനിലാണ്. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക,
കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് അല്ലേ കളർ ട്യൂൺ ഉണ്ടാവും, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. ഇത് ഓപ്ഷനിലാണ്. നമ്മളുടെ CC ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതിയാവും. സോ ഈ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊരു കളറാണോ വേണ്ടിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാനിപ്പോൾ ബ്ലൂ, സോ ജസ്റ്റ് ആ ഒരു ബ്ലൂയിഷ് വന്നിട്ടുണ്ടാവും. റോസ് ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു CC, അതായത് നിങ്ങളുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ബേസ് ചെയ്തിട്ടൊരു കളർ ഉണ്ടാവുമല്ലോ. സോ നിങ്ങളുടെ ഇഷ്ടം, ഇത് ഓപ്ഷനിലാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതെന്നുള്ളൂ. സോ നിങ്ങൾക്ക് വേണ്ട കളർ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ബ്ലൂ, അതാണ് എൻ്റെ കളർ. സോ അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു. സോ ഏകദേശം നമ്മുടെ ആ ഒരു കളർ ഏകദേശം നമ്മളുടെ വീഡിയോ സെറ്റായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു CCയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല അടിപൊളി CC ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു CC ഇനി കുറച്ച് കാലം ഇവിടെ ഉണ്ടാവും. സോ കുറച്ച് കാലം ഇവിടെ ഉണ്ടാവും. അതിനുശേഷം അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കാരണം എല്ലാവരും യൂസ് ചെയ്യും, 100% ഷുവറാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുക. സോ നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ വേറെ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഈ പ്രേക്ഷകർ വിചാരിക്കും അവൻ കോപ്പി അടിച്ചതാണ്, അങ്ങനെ വിചാരിക്കും. സോ നിങ്ങൾ ആദ്യം തന്നെ യൂസ് ചെയ്ത് നോക്കുക. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അസൂയനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് വെറുതെ പറഞ്ഞതാണ്. നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ പ്ലീസ്. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റി അനുസരിച്ച് ചിലപ്പോൾ ഈ ഒരു CC അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഒരു ഡാർക്ക്നെസ്സൊക്കെ ഫീൽ ചെയ്തെന്ന് വരാം നമ്മുടെ വീഡിയോക്ക്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ HD വീഡിയോസ് മാത്രം എടുത്ത് എഡിറ്റ് ചെയ്യുക. അതാണ് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം. അതിനുശേഷം നമ്മൾ എന്നിട്ടൊരു ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ 3 എടുത്തതിന് ശേഷം എഫക്റ്റ് ആഡ് ചെയ്യണം. ഒരു എഫക്റ്റ് ആഡ് ചെയ്യാണ്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ്നെസ് കിട്ടും. CCക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ജസ്റ്റ് ആ ഒരു നമ്മുടെ സബ്ജക്റ്റിന് കുറച്ച് ബ്രൈറ്റ്നെസ് കിട്ടും. സോ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചില വീഡിയോസ് ഈ ഒരു CC ആഡ് ചെയ്താൽ ഒരു നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഞാനത് പറയുക, ജസ്റ്റ് ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും ചില വീഡിയോസിൽ. സോ ആ ഒരു ടൈമിൽ മാത്രം ഡാർക്ക്നെസ് നല്ല ഫീൽ ചെയ്യണമെങ്കിൽ മാത്രം ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, ഈ ഒരു എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു എക്സ്പോഷർ എടുത്തിട്ട് കളർ ട്യൂണിൻ്റെ അടിയിലാക്കി കൊടുക്കുക, എന്നിട്ട് കളർ ട്യൂൺ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഒന്നും കൂടിയും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.